ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനാഥ് അധികം മദ്യപിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം തന്നെ അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ ശിവയാണെങ്കിലോ, എന്താ ശ്രീ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ശ്രീയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയല്ല വിചാരിച്ചത്, ഇപ്പോൾ ഇതിന് മാത്രം എന്ത് പ്രശ്നമാണ് ശ്രീക്ക് ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, ശിവ ശ്രീയെ കുറ്റപ്പെടുത്തലൊന്ന് നിർത്തിയേക്ക്, ശ്രീക്ക് അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെ സമയത്ത് വർഷയും പറയുന്നുണ്ട്, ശ്രീയേട്ടൻ്റെ അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാലോ, ഇത് തന്നെയാണ് ഞാൻ പേടിച്ചത്, ശ്രീയേട്ടനൊന്നും അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ഇനി അതിനെക്കുറിച്ച് ആർക്കും ഒരു സംസാരവും വേണ്ട, ശ്രീയേട്ടനോട് ആരും അത് ചോദിക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. എന്നിട്ട് വർഷയോട് അഞ്ചു ചോദിക്കുന്നുണ്ട്, വർഷ നീ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ശ്രീനാഥിന് അത്രയും സമയം നല്ല ഹാപ്പി ആയിരുന്നു, പെട്ടെന്ന് തന്നെ അയാളുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായതിൻ്റെ കാരണം എന്താ, അത് ഞങ്ങൾക്ക് അറിയണ്ടേ, അതല്ലേ ചോദിച്ചത്. അതായിരിക്കാം, എന്താണെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പ്രശ്നം കാരണമായിരിക്കാം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പേടിച്ചതെന്നൊക്കെ വർഷയ്ക്ക് അറിയില്ലല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്. അങ്ങനെ ആ ഒരു ടോപ്പിക്ക് അതിൽ വിടുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലും നമ്മുടെ അഞ്ച് വളരെയധികം വിഷമത്തിലാണ്. കാരണം രാഹുലിനെ കുറച്ച് ദിവസമായിട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. 1-2 മിനിറ്റെങ്കിലും രാഹുൽ എന്നും എന്നോട് സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഒരാഴ്ചയായിട്ട് രാഹുലിൻ്റെ ഒരു അറിവുമില്ല. ശിവ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. താൻ വിഷമിക്കേണ്ടടോ, രാഹുൽ എന്തായാലും നിന്നെ കാണാൻ വരാതിരിക്കില്ല. ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നാളെ അതൊക്കെ എല്ലാം തീരോ ശിവ, കാരണം ഞങ്ങളുടെ ജീവിതം എന്താ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. നീ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശിവ നമ്മുടെ അഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ വസുന്ധരയും ധനപാലനും കൂടി കല്യാണത്തിനുള്ള ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൽ അമ്പലത്തിൽ വെച്ചിട്ട് വേണോ, അതുപോലെ നമുക്ക് പുതിയ നല്ല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വേണോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ധനം നല്ലത് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ആ സമയത്ത് വിവേക് വരുന്നുണ്ട്. എന്താ ഇവിടെ നല്ല ചർച്ചയാണല്ലോ, നിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറ്റൊന്നല്ല. എത്രയും പെട്ടെന്ന് നിൻ്റെ കല്യാണം നടത്തണമല്ലോ, അപ്പോൾ ആളുകളെ വിളിക്കണം, അതുപോലെ തന്നെ നല്ല ഗംഭീരമായിട്ട് നടത്തണം, നല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, അങ്ങനെയൊക്കെ. എന്തിനാ മമ്മി ഇതൊക്കെ, ഒരു സിമ്പിളായിട്ടുള്ള കല്യാണം പോരെ. വർഷയ്ക്കും അത് തന്നെയാണ് താല്പര്യം. അവൾക്കിങ്ങനെ ആഡംബരത്തിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. പിന്നെ നീ ഒരു കാര്യം അവളോട് പറയണം, ഇത് അവളുടെ മാത്രം കല്യാണമൊന്നുമല്ല, വസുന്ധരയുടെ മകൻ്റെയും കൂടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊലിമ ഞങ്ങൾ കാണിച്ചെന്നിരിക്കും. വേറെ കല്യാണമൊന്നും ഇല്ലടോ ഞങ്ങൾക്ക് കഴിച്ചിപ്പിച്ച് കൊടുക്കാനായിട്ട്. ആ സമയത്ത് ധനപാലൻ പറയുന്നുണ്ട്, മോനെ 4 ആൾക്കാരെ വിളിച്ചിട്ട് ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് നടത്തുന്ന ഒരു അന്തസ്സുള്ള കാര്യം തന്നെയാടാ. അത് കല്യാണം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്, നിനക്കത് അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ. എന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ അവിടെ ചെയ്യും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കൺമണിയും അതാരാണെന്ന് ചോദിക്കുന്നു. അതെ, സാഗർ സാറിൻ്റെ, അതായത് വലിയ ബിസിനസ്മാനാണ് ആ കുട്ടി. ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതായത് സാഗറിൻ്റെ മകനും അവളും തമ്മിൽ കുറച്ച് പ്രണയത്തിലൊക്കെ തന്നെയാണ്, നിങ്ങളുടെ പോലെ തന്നെയാണ്. ആ കുട്ടി അവിടുത്തെ നല്ലൊരു ഡിസൈനർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കല്യാണത്തിനുള്ളതും എൻഗേജ്മെൻറ്റിനുള്ള ഡ്രസ്സെല്ലാം തന്നെ ആ കുട്ടിയോട് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മോഡൽ കാണിച്ചു തരാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ആ കുട്ടി ഇന്ന് വരും നിങ്ങളെ കാണാനായിട്ട്. എവിടെ വെച്ചിട്ടാണ് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഏതെങ്കിലും കോഫി ഷോപ്പിലേക്കോ കൊണ്ടുപോയാൽ മതി. അവൾ വന്നിട്ട് നിങ്ങൾക്ക് ആ ഡിസൈനൊക്കെ കാണിച്ചു തരും. മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്, അവൾ തന്നെ ഡിസൈൻ ചെയ്യണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. എന്തായാലും നിങ്ങൾ ചെല്ലാൻ നോക്ക്. എന്നാൽ ഞങ്ങൾ ഇപ്പം തന്നെ പോട്ടെ മമ്മി. തീർച്ചയായും ഇപ്പം തന്നെ പോയിട്ട് വായോ എന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രീനാഥ് ആകെ ടെൻഷനാണ്. കാരണം ഇതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു സേവ് ദ ഡേറ്റിനുള്ള ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളെല്ലാം തന്നെ. ആ സമയത്ത് തന്നെ വിവേക് കൊണ്ട് വരുന്നു. എൻ്റെ സ്ത്രീക്ക് എന്ത് പറ്റി, എന്താ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്. ആ സമയത്ത് സ്ത്രീയുടെ മനസ്സ് എവിടെയായിരുന്നു. അതൊന്നുമില്ല വിവേക്, പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറിയതാണ്, എനിക്ക് എന്തോ തോന്നിയതെന്ന് എനിക്കേ അറിയില്ല, അങ്ങനെ സംഭവിച്ചു പോയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നാണക്കേടായല്ലേ, ഇനി അതൊന്നും ആവർത്തിക്കില്ല. ശ്രീ, അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ശ്രീ ഒരു അവസ്ഥയിൽ കാണണമെന്നൊക്കെ. എന്ത് ചെയ്യാനഞ്ഞുണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ വർഷ വരുന്നുണ്ട്. ശ്രീകേട്ടന് ടാബ്ലറ്റ് കൊടുക്കുന്നു. ടാബ്ലറ്റ് മാറ്റിയോ? ആ, ഡോക്ടർ മാറ്റാനായിട്ട് പറഞ്ഞു, അതുകൊണ്ട് മാറ്റിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വർഷയോട് നമ്മുടെ വിവേക് പറയുന്നുണ്ട്, പെട്ടെന്ന് റെഡി ആയിട്ട് വാ, നമുക്കൊരു സ്ഥലം വരെ പോകണമെന്ന് പറയുന്നു. എങ്ങോട്ടാണ് ചോദിക്കുന്ന സമയത്ത് കൺമണി എന്നൊരു കുട്ടി കാണാൻ വരുന്നുണ്ട്. കൺമണിയോ? ആ അതെ, നല്ല ഡിസൈനറാണ് ആ കുട്ടി. മമ്മിക്ക് ആ കുട്ടിയെ കൊണ്ട് തന്നെ നമ്മുടെ വിവാഹ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്നെന്നുള്ളത് ആ മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമുക്ക് ആ കുട്ടിയെ കാണാനായിട്ട് പോകാം. ഇത്ര വലിയ ആർഭാടങ്ങളൊക്കെ വേണോ, സിമ്പിളായിട്ട് എന്തെങ്കിലും പോരെ, മമ്മിയുടെ ആഗ്രഹമാണ്. അപ്പോൾ ശ്രീനാഥ് പറയുന്നുണ്ട്, നീ ചെല്ല് വിവേകിൻ്റെ കൂടെ എന്ന് പറയുന്നു. ആ സമയത്ത് 2 പേരും കൂടി കൺമണിയെ കാണാനായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ആ കുട്ടി എങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. കൺമണിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആൾ നല്ല ജെനുവിനായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അവൾ നല്ല ഡിസൈനറാണ്, അടിപൊളിയായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് തരും, ഒരു പാവം കുട്ടിയാണെന്നൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സൂപ്പർ കൺമണി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് കൺമണി എല്ലാവരും കാണുന്നുണ്ട്. വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ആ നിഷ്കളങ്കമായ മുഖമൊക്കെ കാണുമ്പോൾ വിവേകിനും വർഷയ്ക്കും ഒത്തിരി സന്തോഷമാവുന്നു കേട്ടോ. ആ സമയത്ത് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഹൽദി നടത്തുന്നില്ല. അതിന് പകരം സിമ്പിളായിട്ടൊരു എൻഗേജ്മെൻ്റ് ആണ് നടത്തുന്നത്. ഇത് കാര്യം കൺമണിയോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ആ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഹൽദിക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് കൺമണി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വേണ്ടാന്ന് കൺമണിയോട് പറയും വേണം. അങ്ങനെ കൺമണിയെ കാണുന്ന സമയത്ത് ഈ സംഭവം പറയുന്നുണ്ട് കേട്ടോ. ഹൽദിക്കുള്ള ഡ്രസ്സ് വേണ്ട, ഞങ്ങളത് ഒരു നിശ്ചയമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് അപ്പോൾ കൺമണിക്ക് ഒരു ദേഷ്യപ്പെടുന്ന പോലെ പറയുന്നുണ്ട്. അതായത് എന്തിനാണ് എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചത്? കാരണം ഞാൻ എത്ര ദിവസത്തെ കഷ്ടപ്പാടാണെന്നറിയോ ആ ഡിസൈൻ ചെയ്യാനായിട്ട്. എന്നിട്ട് ഒന്ന് വിളിച്ച് പറയേണ്ട മാന്യത നിങ്ങൾക്കുണ്ടല്ലോ. എന്തൊരു കഷ്ടം. എന്നാൽ ഈ പ്രോജക്റ്റിൽ നിന്ന് ഞാൻ പിന്മാറുകയാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിന് വർഷയ്ക്ക് വിവേകിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോഴുണ്ട് മറ്റൊരാളുടെ എൻട്രികൾ നടക്കുന്നുണ്ട്. നമ്മൾ കൃഷി സാഗറിൻ്റെ തന്നെ കേട്ടോ. കൃഷി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണിയോട് പറയുന്നുണ്ട്, നീ ഒന്ന് പേടിപ്പിച്ച അവരെ എന്ന് പറയുന്നുണ്ട്. ഇവരൊക്കെ പേടിച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണ്, വേറൊന്നല്ല. ഈ വിവരം ആൻറ്റി എന്നെ നേരിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്തി നടക്കുന്നില്ല എന്നുള്ളത്. നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അയ്യോ, ഞങ്ങളുടെ നല്ല ജീവൻ അങ്ങ് പോയെന്ന് പറയുന്നു. ആ സമയത്ത് വീണ്ടും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു. എല്ലാ ഡ്രസ്സുകളും വർഷയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കൺമണിയുടെ ഡിസൈൻ നമുക്ക് അറിയാവുന്നതല്ലേ, ഒന്നിന് മെച്ചം തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് ഇത് മതി അത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 ഡ്രസ്സ് അവർ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ മതിയെന്ന് പറയുന്നു. എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും കുറച്ച് ധൃതിയുണ്ട്, ഞാനായിട്ട് ഡ്രസ്സായിട്ട് അയച്ചു തരാൻ വർഷയ്ക്ക് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പോട്ടെ, എന്തായാലും നല്ല സന്തോഷമായിട്ട് നിൽക്കണം. പിന്നെ വർഷ പറയുന്നുണ്ട്, ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിനും കല്യാണത്തിനും എല്ലാവരും നിങ്ങൾ 2 പേരും കൂടി ഒരുമിച്ചുണ്ടാവണം, തീർച്ചയായും ഞങ്ങളുണ്ടാവും എന്ന് ഞങ്ങൾ കുറച്ച് ധൃതിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് വർഷയും വിവേകിനെയും കണ്ടിട്ട് കൃഷും അതുപോലെ കൺമണിയും കൂടി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടോ സാർ, നമ്മുടെ അതേ സന്തോഷത്തിലുള്ളവരാണ് അവർ 2 പേരും, ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് കണ്ടില്ലേ, നമ്മളും തന്നെ ഒരുപാട് പൊരുതി നേടിയതല്ലേ നമ്മുടെ ഈ ജീവിതം, അതുപോലെ 2 ആൾക്കാരാണ് അവരെന്ന് പറയുന്നു. എന്തായാലും പ്രണയിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ പെണ്ണിനെ തന്നെ സ്വന്തമാക്കാൻ കുറച്ച് പ്രയാസമാണ്. ആ പ്രയാസം റിസ്ക് എടുത്താൽ തന്നെ അവിടെ വിജയം ഉണ്ടാവുള്ളൂ. അത് അവരും ഇപ്പോൾ ചെയ്തു, നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ഒരു സന്തോഷത്തോടു കൂടി പറയുന്നു കേട്ടോ. പിന്നീട് അഞ്ജുവിനെ തന്നെ കാണിക്കുന്നത്, വീട്ടിലാണെങ്കിൽ നിറയെ പോലീസുകാർ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് രാഹുലിനെ അന്വേഷിച്ച് തന്നെയായിരിക്കും ഇപ്പോൾ ഉള്ള വരവും. അപ്പോൾ അവിടെ അഞ്ജു മാത്രമേ ഉള്ളൂ. അങ്ങനെ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഇവരെയാണ് കാണുന്നത് കേട്ടോ. ആ സമയത്ത് അഞ്ജുവിനാകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? രാഹുലിനെ അന്വേഷിച്ച് തന്നെയായിരിക്കും ഇവരുടെ വരവ്. ഇനിയിപ്പോൾ ഇവിടെയും പ്രശ്നം ഉണ്ടാക്കുമോ? അങ്ങനെയാണെങ്കിൽ ആൻറ്റി എന്നെ ഇവിടുന്ന് പുറത്താക്കില്ലേ? എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രാഹുൽ എവിടെയെന്ന് ചോദിച്ചാൽ പോലും എനിക്കതിന് മറുപടിയില്ല. ഇതെല്ലാം ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതൊക്കെ അഞ്ജു ആകെ ടെൻഷനോട് കൂടി നിൽക്കുന്നതായിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിൽ കാണിക്കുന്നത്.